ഹലോ ഹായ് റസിയ ഷിയാബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് പാവയ്ക്ക വരട്ടിയതാണ് കേട്ടോ. ഒട്ടും കയ്പില്ലാത്ത രീതിയിലും വളരെ നല്ല ടേസ്റ്റിലും ഈ പാവയ്ക്ക വരട്ടിയത് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി എല്ലാവരും കാണുക, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. വളരെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു വലിയ പാവയ്ക്ക എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ ഒരു വട്ടത്തിലാക്കി അരിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ കുരുകളൊക്കെ കളഞ്ഞിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കുരുകളുണ്ടാവും, അപ്പോൾ അത് ഞാൻ കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ അരിഞ്ഞെടുക്കാം കേട്ടോ. ഇനി നമ്മൾ ഒരു പാത്രം ഗ്യാസ് വെച്ചിട്ടുണ്ട്. ഒന്ന് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചെടുക്കാം. വീണ്ടും ഒന്ന് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ഒരു സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ അവിടെ കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതൊന്ന് പൊട്ടിക്കഴിയുമ്പോൾ അതിലേക്ക് വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കൂടെ തന്നെ ഒരു സവാള ചെറുതായി അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ ഒരു 3-4 ചെറിയ ഉള്ളി അരിഞ്ഞതും ഇട്ടെടുക്കുന്നുണ്ട് കേട്ടോ. കൂടെ തന്നെ കുറച്ച് കറിവേപ്പില ഇട്ടെടുക്കാം. ഒരു തക്കാളി അരിഞ്ഞതും ഇട്ടെടുക്കാം കേട്ടോ. ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ സവാളയും തക്കാളിയൊക്കെ ചെറുതായിട്ടൊന്നിങ്ങനെ വെന്ത് കിട്ടണം. തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞ രീതിയിലാവണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഈ പാത്രം ഒന്ന് മൂടി വെച്ച് കൊടുക്കാം കേട്ടോ. ചെറിയ പാത്രം കൊണ്ട് ഇതൊന്ന് മൂടി വെച്ച് കൊടുക്കാം. എന്നിട്ട് അല്പം നേരം ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇവിടെ ഏകദേശം വെന്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് ഉടച്ചാൽ ഇത് ഉടയണ രീതിയിലായിരിക്കും. അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടെടുക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ ഒരു സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു സ്പൂൺ മുളക് പൊടിയും ഒരു 1/2 സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് പാകത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഈ പൊടികളുടെ സ്മെല്ലൊക്കെ ചെറുതായിട്ടൊന്ന് മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം ഈ തക്കാളിയൊക്കെ ഒന്ന് ഉടച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് ഉടച്ചു കൊടുത്തിട്ടുണ്ട്. നല്ല രീതിയിൽ വെന്തിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് ഒടിയും. ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ച പാവയ്ക്ക കഷ്ണങ്ങൾ ഇട്ടെടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു നെല്ലിക്ക വലിപ്പത്തിൽ ഞാൻ കുറച്ച് പുളി പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കൂരൊക്കെ കളഞ്ഞ് പുളിൻ്റെ വെള്ളമൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പാവയ്ക്കേണ്ട എല്ലാ ഭാഗത്തും അതിൻ്റെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഏകദേശം ഇതെല്ലാ ഭാഗത്തും തട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കണം. അപ്പോൾ ഇതൊന്ന് മൂടി വെച്ചതിന് ശേഷം ഇതൊന്ന് തിളച്ച് കഴിയുമ്പോൾ ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കാം കേട്ടോ. അപ്പോൾ തിളച്ച് കഴിയുമ്പോൾ ഇതൊന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. അതിന് ശേഷം ചെറു തീയിൽ വെച്ചിട്ട് ഇത് വേവിച്ചെടുക്കണം കേട്ടോ. തീ കൂട്ടി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് അതിലത്തെ നീരൊക്കെ വറ്റി പാവയ്ക്ക വേവാനൊക്കെ സമയമെടുക്കും കേട്ടോ. അപ്പോൾ ആ നീരോട് കൂടെ ഒന്ന് പാവയ്ക്ക നല്ല രീതിയിലൊന്ന് വേവിച്ചെടുക്കണം. അപ്പം നമ്മളെ പാവയ്ക്ക വരട്ടിയത് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും കമൻറ്റൊക്കെ മറക്കാതെ ചെയ്യണേ. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബും ചെയ്യണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.